നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരുപാട് പേര് ആവശ്യപ്പെട്ടതനുസരിച്ച് ഇന്ന് നമ്മളൊരു പ്രത്യേക വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. PCOD എന്നൊരു പ്രശ്നം, സ്ത്രീകളിൽ കണ്ടുവരുന്നൊരു പ്രശ്നമാണ് PCOD, പോളിസ്റ്റിക് ഓവറി സിൻഡ്രോം എന്ന് പറയും. ചുരുക്കി പറഞ്ഞാൽ മെൻസസ് ആകാൻ സമയമെടുക്കുക, അല്ലെങ്കിൽ മെൻസസിന് ഡിസോർഡർ ഉണ്ടാകുക, ഗർഭധാരണത്തിന് തടസ്സം നേരിടുക, ഇതാണ് അതിൻ്റെ ഒരു ലക്ഷണം. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ പലതാണ്. അതിൽ നമ്മൾ യോഗശാസ്ത്രം അനുസരിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ മെൻ്റൽ ടെൻഷൻ ആൻഡ് ആങ്സൈറ്റിയാണ്. അപ്പോൾ മെൻ്റൽ ടെൻഷനും ആങ്സൈറ്റിയും കുറച്ചു കൊണ്ടുവന്നിട്ട് നമുക്കത് പൂർണ്ണമായി ഒഴിവാക്കാൻ പറ്റില്ല, കാരണം നമ്മുടെ നിത്യജീവിതത്തിൽ ദിവസവും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. അതിനെ ഒന്ന് ലഘൂകരിക്കാൻ പറ്റും നമുക്ക് യോഗ പരിശീലനത്തിലൂടെ. അപ്പം അങ്ങനെ നമുക്ക് യോഗ പരിശീലനത്തിലൂടെ ആ PCOD എന്ന ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുകയാണ് നമ്മൾ ഇന്നിവിടെ. അതിന് ആദ്യം ചെയ്യേണ്ടത് ഇതേപോലെ ചമ്രം മടിഞ്ഞിരിക്കുക, എന്നിട്ട് കണ്ണുകളൊന്ന് അടച്ചു വയ്ക്കുക. ഇനി ശ്വാസഗതിയിൽ ശ്രദ്ധിക്കുക. അതായത് നമ്മുടെ ശ്വാസം എടുക്കുമ്പോൾ ഉയർന്നു വരുന്ന വയറ്, ശ്വാസം വിടുമ്പോൾ താഴ്ന്നു പോകുന്ന വയറ്, അതിൽ തന്നെ ശ്രദ്ധിക്കാം. ഒരു ലഘു മെഡിറ്റേഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ധ്യാനം, മനസ്സിനെ ശാന്തമാക്കാനുള്ള ഒരു മാർഗമാണ് ധ്യാനം എന്ന് പറയുന്നത്. അപ്പം അതിന് ഏറ്റവും നല്ല മാർഗമാണ് ഈ ശ്വാസഗതിയിൽ ശ്രദ്ധിക്കുക എന്നുള്ളത്. അങ്ങനെ ശ്വാസഗതിയിൽ ശ്രദ്ധിച്ചിരുന്നിട്ട് സാവധാനം ഹൃദയ താളത്തിലേക്കൊന്ന് ശ്രദ്ധിക്കുക. ഹാർട്ട് ബീറ്റ് അല്ലെങ്കിൽ പൾസ്, അതിലേക്കൊന്ന് ശ്രദ്ധിക്കുക. ഇത്തരം സൂക്ഷ്മ കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ സൂക്ഷ്മ ചലനങ്ങളിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ നമ്മളറിയാതെ തന്നെ നമ്മുടെ മനസ്സൊന്ന് ശാന്തമായി വരും. ഓക്കെ, ഇത്തരത്തിലുള്ള മെഡിറ്റേഷൻ നിങ്ങൾക്ക് എത്ര സമയം വേണമെങ്കിലും ചെയ്യാം. അത് നിങ്ങളുടെ സമയവും സൗകര്യവും അനുസരിച്ച് ചെയ്യുക. അങ്ങനെ എഴുന്നിട്ട് പതിയെ കൈകൾ നെഞ്ചിനു മുന്നിലൊന്ന് തൊഴുതു പിടിക്കുക. ഏത് കാര്യവും ചെയ്യുന്നത് പ്രാർത്ഥനയോടെ ആകുന്നത് വളരെ നല്ലതാണ്. അങ്ങനെ എഴുന്നിട്ട് നമുക്കൊരു ചെറിയ പ്രാർത്ഥന ചൊല്ലാം. നമ്മുടെ മനസ്സിലെ ഇരുട്ടിനെ മുഴുവൻ മാറ്റണമേ, നമ്മുടെ മനസ്സിലുള്ള നല്ലതല്ലാത്ത ചിന്തകളെ മാറ്റി നല്ല ചിന്തകളെ കൊണ്ടുവരണമേ എന്നർത്ഥം വരുന്ന ആ ഒരു ചെറിയ പ്രാർത്ഥന ചൊല്ലാം. ഞാനിവിടെ അത് ചൊല്ലിത്തരാം, നിങ്ങളത് മനസ്സിൽ ചൊല്ലിയാൽ മതി. ഓക്കെ, റെഡി? ഓം അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ആ കൈകളൊന്ന് പതുക്കെ കൂട്ടിത്തിരുമ്മി ഒന്ന് കണ്ണിൻ്റെ മുകളിലേക്ക് വയ്ക്കുക. ഒന്നുകൂടെ ഒന്ന് ചൂടാക്കിയിട്ട് മുഖം ഒന്ന് പതുക്കെ ഒഴിഞ്ഞെടുക്കുക. ദെൻ ഒന്നുകൂടെ ചൂടാക്കി കഴുത്തിന് പിന്നിൽ വയ്ക്കുക. വീണ്ടും ചൂടാക്കി ഇരു തോളുകളിലേക്കും കൈകൾ ക്രോസ് ചെയ്ത് വയ്ക്കുക. കൈത്തണ്ടയിലൂടെ താഴ്ത്തി എടുത്തിട്ട് ഒന്നുകൂടെ ചൂടാക്കി ശരീരത്തിൻ്റെ മുൻഭാഗം ഒന്ന് പതുക്കെ ഒഴിഞ്ഞെടുത്ത് വീണ്ടും ഒന്നുകൂടെ ചൂടാക്കി കാൽമുട്ടുകളിലൊന്ന് തൊട്ട് കൈകൾ പതുക്കെ താഴ്ത്തി വെച്ചിട്ട് കൈകൾ പിന്നിൽ കുത്തി കാലുകൾ മുന്നോട്ട് നീട്ടിയിരിക്കുക. കാലുകൾ മുന്നോട്ട് നീട്ടിയിരിക്കുക. ഓക്കെ, ഇവിടെയാണ് നമ്മളുടെ ആദ്യത്തെ വ്യായാമം തുടങ്ങാൻ പോകുന്നത്. ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ലളിതമായി അല്ലെങ്കിൽ വളരെ ഈസി ആയിട്ടിരിക്കാൻ പറ്റും. അങ്ങനെ എടുത്തിട്ട് ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചോളണം. നമ്മുടെ ആദ്യത്തെ വ്യായാമം തുടങ്ങുകയാണ്. കാൽപാദങ്ങളെ രണ്ടും മുന്നോട്ടൊന്ന് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. ഓക്കെ, അവിടെ അങ്ങനെ നിൽക്കട്ടെ. 5 4 3 2 1. ഇനി അത് തിരിച്ച് നമ്മുടെ മുഖത്തിനടുത്തേക്ക് വലിച്ചു പിടിക്കുക. 5 4 3 2 1. ഇനി സാധാരണ രീതിയിലിരിക്കുക. ഇനി പതുക്കെ കാലുകൾ രണ്ടും അല്പം അകത്തി വയ്ക്കുക. 2 കാലുകൾ അകത്തി വയ്ക്കുക. എന്നിട്ട് കൈകൾ ശരീരം ഒന്ന് നേരെ കൊണ്ടുവരിക. ഉടൽ നേരെ കൊണ്ടുവരുന്നു. ഓക്കെ, കൈകൾ നേരെ മുകളിലേക്ക് ഉയർത്തുക. നേരെ മുകളിലേക്ക് ഉയർത്തിയിട്ട് 2 കൈകളും കാൽമുട്ടിലേക്ക് തൊടുക. വെറുതെ കൈ പൊക്കുക, താഴ്ത്തുക. ഒന്ന് ചെയ്ത് നോക്കട്ടെ. 1 താഴ്ത്തുക, ദെൻ 2 ഉയർത്തുക, 2 താഴ്ത്തുക.
3 ഉയർത്തി, 3 താഴ്ത്തി. ഓക്കെ, മതി. ഇനി പതുക്കെ വീണ്ടും കൈകൾ പിന്നിൽ കുത്തിയിട്ട് ഒന്ന് റിലാക്സ് ചെയ്യുക. ഓരോ ആസനങ്ങൾ ചെയ്യുമ്പോഴും റിലീസ് ചെയ്ത് അല്ലെങ്കിൽ റിലാക്സ് ചെയ്ത് വേണം പോകാനായിട്ട് മുന്നോട്ട്. ഇപ്പോൾ നമ്മൾ ചെയ്ത ആസനം എന്ന് പറയുന്നത് പശ്ചിമോത്തനാസനത്തിൻ്റെ ഏറ്റവും ലളിതമായ രൂപമാണ്. അങ്ങനെ തുടങ്ങിയാൽ മതി നമുക്ക്. പെട്ടെന്ന് തന്നെ ആദ്യം നമ്മൾ ശരിക്കും പറഞ്ഞാൽ പശ്ചിമോത്തനാസനം എന്ന് പറഞ്ഞാൽ കാലിൻ്റെ പാദങ്ങളിൽ തുടരുന്നതാണ്. പക്ഷേ അത്രയും നമ്മൾ ശ്രമിക്കേണ്ട. കാരണം ബാക്ക് പെയിൻ ഒക്കെ ഉള്ളവരാണെങ്കിൽ ആ ബാക്ക് പെയിൻ കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളെ കൊണ്ട് ആകാവുന്ന പോലെ അരക്കെട്ടിൻ്റെ ഭാഗം അഥവാ കോർ ഏരിയ എന്ന് പറയുന്ന വയറിൻ്റെ ഭാഗവും അരക്കെട്ടിൻ്റെ ഭാഗവും ലോവർ ബാക്കും സ്ട്രെങ്തൻ ചെയ്യുക അല്ലെങ്കിൽ ബലപ്പെടുത്തുകയാണ് നമ്മുടെ ലക്ഷ്യം. അങ്ങനെ വയറിൻ്റെ ഭാഗം ബലപ്പെടുത്തുമ്പോൾ നമ്മളുടെ ഓവറി അഥവാ അണ്ഡാശയം, നമ്മുടെ ഗർഭപാത്രം ഇവയൊക്കെ നല്ല സ്ട്രോങ് ആവും. അങ്ങനെയാണ് നമുക്ക് ഈ പ്രശ്നത്തിൽ നിന്നൊരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുക. ഓക്കെ, അപ്പോൾ അതിനുള്ള വ്യായാമമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത് നമുക്ക് ചെയ്യാം. ഒന്ന് പതുക്കെ ഒരു വശത്തേക്കൊന്ന് ചരിഞ്ഞിട്ട് മലർന്ന് കിടക്കുക. കാലുകൾ മുന്നോട്ട് നീട്ടി വെച്ചിട്ട് എപ്പോഴും കിടക്കുമ്പോൾ ഈ രീതിയിൽ വേണം കിടക്കാനായിട്ട്. ആ കൈ ഒന്ന് കുത്തി അങ്ങനെ ചരിഞ്ഞ് കിടന്നിട്ട് മലർന്ന് കിടന്നു. ഇത് കാലുകൾ രണ്ടും മടക്കി കാൽപാദങ്ങൾ തറയിലമർത്തി വെച്ചു. ഇങ്ങനെ വേണം കിടക്കാൻ. എന്നിട്ട് ഇനി ഒന്ന് റിലാക്സ്ഡ് ആയ ശേഷം വലത് കാൽ പതുക്കെ മുന്നോട്ട് നീട്ടി തറയിലേക്ക് വയ്ക്കുക, ഇടത് കാലും മുന്നോട്ട് നീട്ടി വയ്ക്കാം. ഓക്കെ, കറക്റ്റായി. ഇനി കൈകൾ രണ്ടും ബട്ടക്സിനിടയിലേക്ക് വയ്ക്കുക. രണ്ട് കൈകളും ബട്ടക്സിനിടയിലേക്ക് കമഴ്ത്തി വയ്ക്കാം. ഓക്കെ, കാലുകൾ രണ്ടും മടക്കി കാൽപാദങ്ങൾ തറയിലമർത്തി വയ്ക്കാം. ഓക്കെ, ഇനിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ അടിവയറിനെ ബലപ്പെടുത്തുന്ന ഒരു ഒന്നാന്തരം വ്യായാമമാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ശ്രദ്ധിച്ച് നമുക്ക് ചെയ്യാം. ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നേരെ വലത് കാൽ മുകളിലേക്ക് ഉയർത്തുക. അവിടെ ഒന്ന് നിൽക്കട്ടെ. 1 2 3. അത് മടങ്ങാതെ നേരെ താഴേക്ക് താത്തുക, തറയിലേക്ക് കൊണ്ടുപോകുക. ഓക്കെ, തിരിച്ച് മടക്കിയെടുക്കുക. വീണ്ടും നേരെ മുകളിലേക്ക് പൊക്കുക, മടങ്ങാതെ താഴേക്ക് താത്തുക, മടക്കിയെടുക്കുക. മനസ്സിലായല്ലോ? ഇത് നമുക്കൊരു 5 തവണ ചെയ്യാം. യെസ്. ഇൻഹേൽ അപ്പ്, ഡൗൺ, മടക്കിയെടുക്കുക. ഇൻഹേൽ അപ്പ്, ഡൗൺ, ബെൻഡ്, അപ്പ്, ഡൗൺ, ബെൻഡ്, up, down, bend, up, down. Last one, bend, up, down. ആ കാല് മടക്കി തിരിച്ചു വയ്ക്കുക. ഇനി ഇടത് കാൽ തറയിലേക്ക് നീട്ടി വയ്ക്കുക. ഇതേ പ്രവൃത്തി ഇടത് കാല് കൊണ്ടും ചെയ്യണം. ഓക്കെ, റെഡി അല്ലേ? അപ്പോൾ ബെൻഡ്, അപ്പ്, ഡൗൺ, ബെൻഡ്, അപ്പ്, ഡൗൺ, bend, up, down, bend, up, down. Last one, bend, up, down. ആ കാലും കൂടി മടക്കി തറയിലേക്ക് വയ്ക്കുക. കൈകൾ ബട്ടക്സിൽ നിന്ന് റിലീസ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ചെയ്തത് നട്ടലിനെ മുന്നോട്ട് വളയ്ക്കുന്ന വ്യായാമമാണ്. നമ്മൾ അറിയാതെ തന്നെ നട്ടലിൽ നിന്ന് വളഞ്ഞിട്ടുണ്ട്, നമ്മൾ അറിയുന്നില്ലെങ്കിൽ പോലും. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്തതെന്ന് പറയുന്നത് നമ്മൾ നട്ടലിനെ ഒന്ന് പിന്നോട്ട് വളയ്ക്കണം. അതിന് കന്ധരാസനം എന്നാണ് പറയുന്നത്. ആസനത്തിൻ്റെ പേരൊന്നും നമ്മൾ ഓർത്തിരിക്കണമെന്നോ അറിഞ്ഞിരിക്കണമെന്നോ യാതൊരു നിർബന്ധമില്ല. ഈ വീഡിയോ നോക്കി ചെയ്താൽ മതി. ഓക്കെ, ഇപ്പോൾ നമ്മൾ കിടക്കുന്ന പോലെ കിടന്നിട്ട് അടുത്ത ആസനത്തിലേക്ക് പോവുകയാണ്. ഇത് തൈറോയിഡിൻ്റെ കംപ്ലൈൻറ്റ് മാറാൻ, നടുവേദന മാറാൻ, വയറിൻ്റെ പ്രശ്നങ്ങൾ മാറാൻ, നമ്മളുടെ ദഹന വ്യവസ്ഥ കറക്റ്റാക്കാൻ അഥവാ മെറ്റബോളിസം കറക്റ്റായിട്ട് നടക്കാൻ, അങ്ങനെ ഒരുപാട് പ്രയോജനങ്ങളുള്ള ഒരു ഒന്നാന്തരം ആസനമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ പ്രയോജനം നമ്മൾ അറിഞ്ഞിരുന്നാൽ അത് ചെയ്യുമ്പോൾ നമുക്കൊരു ഉത്സാഹം ഉണ്ടാവും. അതിനുവേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത്. നമ്മളിവിടെ പറയുന്നതിനേക്കാളൊക്കെ എത്രയോ പ്രയോജനങ്ങളാണ് അതിലുള്ളതെന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. എങ്കിലും നമ്മൾ ചെറുതായിട്ടൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് അരക്കെട്ടിനെ ഒന്ന് മുകളിലേക്ക് പൊക്കാൻ പോവുകയാണ്. ഇതാ നോക്കിക്കൊള്ളണം. ഇപ്പോൾ കാൽപാദങ്ങൾ തറയിലാണ്, കൈകൾ തറയിലാണ്, തോളുകൾ തറയിലാണ്, തല തറയിലാണ്. പിന്നെ ഏതാ പൊക്കുന്നത്? നമ്മൾ അരക്കെട്ട് മാത്രം. ഒന്ന് നോക്കാം. റെഡി അല്ലേ? കമോൺ. ഇൻഹേൽ അപ്പ്, അരക്കെട്ട് മുകളിലേക്ക് പൊങ്ങട്ടെ. ഇപ്പോൾ ശരീരം ഒരു ബ്രിഡ്ജ് പോലെ, ഒരു പാലം പോലെ നിൽക്കുകയാണ്. അവിടെ നിന്നിട്ട് ശ്വാസം എടുക്കുക, വിടുക. ആ സമയത്ത് ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങൾ ഞാൻ പറഞ്ഞുതരാം. തൊണ്ടക്കുഴിയും നട്ടലിൻ്റെ കീഴറ്റവും. മനസ്സിലായല്ലോ? അവിടെ ശ്രദ്ധിച്ചുകൊണ്ട് ശ്വാസം എടുക്കുക, വിടുക. 5 4 3 2 1. പതുക്കെ താഴ്ത്തി വയ്ക്കുക.
പതുക്കെ താഴ്ത്തി വയ്ക്കുക. ഓക്കെ, ഒരു തവണ കൂടെ ചെയ്യാം, അപ്പോഴേ കറക്റ്റ് ആവുള്ളൂ. നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും ചെയ്യാം. പക്ഷെ നമ്മളിവിടെ ഒരു ഡെമോ പോലെ കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളത് വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള അത്ര ടൈം ചെയ്യുക. എത്ര തവണ ചെയ്താലും അത്രയും ഗുണകരമാണ്. ഓക്കെ, നമ്മളൊരു മിനിമം 3 തവണ വീതം കാണിക്കും. ഓക്കെ, ഒന്നുകൂടി ചെയ്യാം. കമോൺ, ഇൻഹേൽ അപ്പ്. ആ വയറൊന്ന് ചൊട്ടിച്ച് പിടിച്ചോ. 5 4 3 2 1. പതുക്കെ താഴ്ത്തി വയ്ക്കാം. ലാസ്റ്റ് ടൈം ഒന്നുകൂടി. ഇൻഹേൽ അപ്പ്. ശ്വാസം എടുക്കുക, വിടുക. 5 4 3 2 1. ഓക്കെ, പതുക്കെ താഴ്ത്തി വയ്ക്കാം. കാലുകൾ മുന്നോട്ട് നീട്ടി അയച്ചിടുക. കൈവിരലുകൾ കോർത്ത് പിടിക്കാം. കൈവെള്ള പുറകോട്ടും നീട്ടി വലിക്കുമ്പോൾ കാലിൽ പിടിച്ചൊരാൾ മുന്നോട്ട് വലിക്കുക, കാലിൻ്റെ ഭാഗത്തേക്ക് വലിക്കുന്ന പോലെയും കൈകളിൽ പിടിച്ചൊരാൾ കൈയിൻ്റെ ഭാഗത്തേക്ക് വലിക്കുന്നത് പോലെയും തോന്നിയിട്ട് നല്ല സ്ട്രെച്ച് കൊടുക്കണം. ഞാൻ പറഞ്ഞിട്ടേ എടുക്കാവൂ. 5 4 3 2 1. ഓക്കെ, പതുക്കെ കൈകൾ മുന്നോട്ട് കൊണ്ടുവരാം. സാവധാനം ഒരു വശത്തേക്കൊന്ന് ചരിഞ്ഞിട്ട് എഴുന്നേറ്റിരിക്കുക. എന്നിട്ട് ഇപ്പം കിടന്നെടുത്തുന്ന നേരെ കമഴ്ന്ന് കിടക്കുക. കമഴ്ന്ന് കിടക്കുമ്പോൾ ഒരു കൈപ്പത്തി, ആ കൈ വയ്ക്കുന്നത് നോക്കിക്കൊള്ളണം. ഒരു കൈപ്പത്തി മറുകൈപ്പത്തിക്ക് മുകളിൽ വെച്ച് തല ചരിച്ച് കവിള് തറയിൽ വെച്ച് ആ കൈയിൻ്റെ മുകളിൽ വെച്ചിട്ട്, ഒരു കൈപ്പത്തി മറുകൈപ്പത്തിക്ക് മുകളിൽ വെച്ച് തല ചരിച്ച് കവിളതിന്മേൽ വെച്ചിട്ട് കാലിൻ്റെ തള്ളവിരൽ തമ്മിൽ ചേർന്നിരിക്കണം. ഉപ്പൂറ്റി ഇരുവശങ്ങളിലേക്കുമായിട്ട് അയഞ്ഞു കിടക്കും. അതാണ് അതിൻ്റെ കറക്റ്റ് പോസ്ചർ. എന്നിട്ടോ ശ്വാസം മുഴുവൻ പുറത്തേക്ക് വിട്ട് സാധാരണ ശ്വാസഗതിയിൽ ശ്രദ്ധിച്ചുകൊണ്ട് അയച്ചിട്ട് കിടക്കുക. ശരീരം മുഴുവനും അയച്ചിട്ട് കിടക്കുക. ഇവിടേക്കാണ് നമുക്ക് റിലാക്സേഷൻ കിട്ടുക. മനസ്സിനും ശരീരത്തിനും പരിപൂർണ വിശ്രമം നൽകുകയാണ്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കംപ്ലീറ്റ് ഡിസോർഡർ, നേരത്തെ പറഞ്ഞ ഈ PCOD എന്നൊക്കെ പറഞ്ഞ സംഭവം ഉണ്ടാകുന്നത് നമ്മുടെ ഹോർമോൺ ഇംബാലൻസിൻ്റെ പ്രശ്നം കൊണ്ടുണ്ടാണ്. ശരീരത്തിലെ ഹോർമോൺ ഇംബാലൻസ് കൊണ്ടുണ്ടാകുന്നതാണ്. അപ്പോൾ ആ ഹോർമോൺ ബാലൻസിങ്, അല്ലെങ്കിൽ ആ ഹോർമോൺ വളരെ ഇക്വിലിബ്രിയത്തിൽ രണ്ട് സൈഡും ഒരേപോലെ ആക്ട് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ പ്രവർത്തിക്കണമെങ്കിൽ ആ മനസ്സ് ശാന്തമായിരിക്കണം. അവിടെയാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അതുതന്നെയാണ്. മനസ്സിൻ്റെ ശാന്തതയില്ലായ്മയും ക്ഷമയില്ലായ്മയുമാണ്. അപ്പോൾ ആ ക്ഷമാശീലം പഠിക്കുന്നതിനൊക്കെ ഇതേപോലെ മകരാസനത്തിലൊന്ന് കിടന്ന് ശീലിക്കുക തന്നെ വേണം. വേറെ യാതൊരു കുറുക്കുവഴിയില്ല അതിന്. കിടന്നങ്ങനെ ശീലിക്കുക. ഒരു കുറച്ച് ദിവസം, ഒരു 10-15 ദിവസം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളതിൻ്റെ അതിലേക്ക് അങ്ങനെ ലയിച്ച് ചേരുകയും നമ്മളറിയാതെ ഒരു ശാന്തതയും സമാധാനവും സന്തോഷവും ഒക്കെ കിട്ടുകയും ചെയ്യും. അങ്ങനൊരു സിറ്റുവേഷനിൽ മാത്രമേ നമുക്ക് നേരത്തെ പറഞ്ഞ ആ PCOD എന്ന പ്രശ്നത്തെ പരിഹരിക്കാൻ പറ്റുള്ളൂ. അതാണ്. അതോടൊപ്പം നിങ്ങളുടെ ഡോക്ടർ പറയുന്ന മരുന്നുകൾ നിങ്ങൾ കഴിച്ചോളൂ, യാതൊരു തെറ്റുമില്ല. അങ്ങനെ തന്നെ വേണം. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തോളുക. അതോടൊപ്പം നമുക്ക് ഈ രീതിയിലുള്ള ആസനങ്ങൾ ചെയ്തിട്ട് നമുക്ക് ആ കംപ്ലൈൻറ്റ് മാറ്റിയെടുക്കാം. നമ്മുടെ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ, ആന്തരികവും ബാഹ്യവുമായ ശരീരഭാഗങ്ങളെ ശക്തിപ്പെടുത്തുകയാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ വേറെ യാതൊരു മാജിക്കും ഇല്ല ഇതിനകത്ത്. അപ്പോൾ അങ്ങനെ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ മകരാസനത്തിൽ കിടന്ന് നമ്മൾ നല്ല വിശ്രമം കൊടുത്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഭുജംഗാസനം എന്ന് പറഞ്ഞൊരു ആസനമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാലുകൾ രണ്ടും ചേർത്ത് വയ്ക്കണം. നേരത്തെ അകന്നിരുന്ന കാലുകളൊക്കെ ചേർത്ത് വയ്ക്കുക. കൈപ്പത്തികൾ രണ്ടും നെഞ്ചിനിരുവശവും തറയിൽ കമഴ്ത്തി വയ്ക്കുക. ശ്രദ്ധിച്ചു നോക്കിക്കൊള്ളണം. സൈഡിൽ കൂടെ ആണെങ്കിലും കാണാം, ഈ വലത് കൈ ഇരിക്കുന്ന പോലെ തന്നെയാണ് അപ്പുറത്തും ഇരിക്കുന്നത്. കൈകൾ രണ്ടും, കൈമുട്ടുകൾ രണ്ടും ശരീരത്തോട് ചേർന്നാണ് ഇരിക്കുന്നത്, അകന്നു പോകരുത്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ നമ്മൾ ഭുജംഗാസനമാണ് ചെയ്യാൻ പോകുന്നത്. ഭുജംഗം എന്ന് പറഞ്ഞാൽ സർപ്പം എന്നാണ് അർത്ഥം. പാമ്പ് തല പൊക്കുന്ന പോലെ പൊക്കുന്നു. അതൊക്കെ നമ്മുടെ നടുവിൻ്റെ വേദനയ്ക്ക് മാറ്റം കിട്ടും. വയറിൻ്റെ ഭാഗത്തുള്ള എക്സ്ട്രാ ഫാറ്റ് കുറയും. നെഞ്ചിന് നല്ല ബലം കിട്ടും. ടോട്ടൽ ബോഡിക്കാണ് ഒരു എനർജി കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യാം. ഞാൻ ചെയ്യുന്നത് കാണിച്ച് നോക്കിക്കൊണ്ടിരിക്കുക. ആദ്യം ശരി, ഞാൻ ശ്വാസം എടുക്കാൻ പറയുമ്പോൾ എടുത്തുകൊണ്ട് തല പതുക്കെ പൊക്കി മുകളിലേക്ക് നോക്കണം. റെഡിയല്ലേ? കമോൺ. ഇൻഹേൽ അപ്പ്. ആകുന്നത്ര മതി. എക്സേൽ ഡൗൺ. അതിനൊരു പരിപൂർണത എന്ന് പറഞ്ഞിട്ടില്ല. തല വളഞ്ഞിങ്ങനെ തല നമ്മുടെ ബട്ടക്സിനടുത്തേക്ക് വരണമെന്നൊന്നുമില്ല. നിങ്ങൾ ചില വീഡിയോയിലോ അല്ലെങ്കിൽ ചില ബുക്കിലോ ഒക്കെ കണ്ടു കാണും ഭുജംഗാസനത്തിൽ നിൽക്കുന്ന രൂപം. അത്രയൊന്നും ശ്രമിക്കരുത്. ഒരിക്കലും ആദ്യം അങ്ങനെ ശ്രമിക്കരുത്.
നിങ്ങൾ എക്സ്പെർട്ട് ആണെങ്കിൽ ആയിക്കോ, കുഴപ്പമില്ല. നിങ്ങളെ കൊണ്ട് ആകാവുന്നുണ്ടെങ്കിൽ ചെയ്യുക. അല്ലാതുള്ളവർ ഇപ്പോൾ നമ്മൾ കാണിക്കുന്ന പോലെ ആകാവുന്നത്ര മാത്രം ചെയ്യുക. സ്ഥിരം സുഖം ആസനം. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ സുഖകരമായിരിക്കണം. അതാണ് ഏറ്റവും പ്രധാനം. അവിടെയാണ് ആ സുഖത്തിലൂടെയാണ് നമ്മൾ നമ്മുടെ ഒരു ഹീലിംഗ് അല്ലെങ്കിൽ ക്യൂറിങ് പ്രോസസ്സ് നടക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ യോഗ തെറാപ്പി എന്ന് പറയുന്നത്. നമ്മൾ യോഗ തെറാപ്പിയാണ് ചെയ്യുന്നത്, ഒരു ട്രീറ്റ്മെൻറ്റാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പതുക്കെ അവിടെ നിന്ന് ഒന്നുകൂടി ചെയ്യാം. നമുക്ക് ഒരു ഭുജംഗാസനം കൂടി ചെയ്യാം. കമോൺ, ഇൻഹേൽ അപ്പ്, എക്സേൽ ഡൗൺ. ഒറ്റ തവണ ചെയ്യാം. കമോൺ, ഇൻഹേൽ അപ്പ്, എക്സേൽ ഡൗൺ. ഓക്കെ, ഒന്നുകൂടി മകരാസനത്തിൽ കിടക്കുക. മകരാസനത്തിൽ വിശ്രമിക്കുക. ശ്വാസഗതിയിൽ ശ്രദ്ധിച്ച് മനസ്സും ശരീരവും അയച്ചിട്ട് അങ്ങനെ കിടക്കാം. അപ്പോൾ നമ്മളിപ്പോൾ മകരാസനത്തിൽ വിശ്രമിക്കുകയാണ്. കൊച്ചു കൊച്ചു ആസനങ്ങളൊക്കെ ചെയ്തിട്ട് മകരാസനത്തിൽ വിശ്രമിക്കുന്നു. ഇനി നമുക്ക് അവിടുന്ന് പതുക്കെ ഒന്ന് എഴുന്നേറ്റ് വരണം. ആദ്യം കൈകൾ രണ്ടും നെഞ്ചിൻ്റെ വശവും തറയിൽ കുത്തിയിട്ട് നേരെ മുകളിലേക്ക് എഴുന്നേറ്റ് 4 കാലിൽ നിൽക്കുക. അതായത് പൂച്ച അല്ലെങ്കിൽ നാൽക്കാലികളൊക്കെ നിൽക്കുന്ന പോലെ നിൽക്കുക. കൈപ്പത്തികൾ രണ്ടും ഷോൾഡറിൻ്റെ കറക്റ്റ് താഴെ ആയിരിക്കണം. അങ്ങനെ നിന്നിട്ട് പതുക്കെ ഒന്ന് നടുവ് താഴോട്ട് കുഴിക്കുക. എന്നിട്ട് തല ഉയർത്തി മുകളിലേക്ക് നോക്കുക. അത്ര മതി. ഇനി തല താഴ്ത്തി കാൽമുട്ടുകളിലേക്ക് നോക്കുക. അപ്പോൾ മുതുക് റാ പോലെ ആകണം, ഒന്ന് ഒട്ടകത്തിൻ്റെതുപോലെ. അതുകൊണ്ടാണ് നമ്മളിതിനെ ക്യാറ്റ് ആൻഡ് ക്യാമൽ ആസന എന്നാണ് പറയുന്നത്. ഓക്കെ, പതുക്കെ ഒന്നുകൂടെ നടുവ് കുഴിച്ചിട്ട് തല ഉയർത്തി മുകളിലേക്ക് നോക്കുക. നമ്മുടെ ദഹന പ്രവർത്തനങ്ങളൊക്കെ നന്നായി നടക്കാൻ ഏറ്റവും നല്ലൊരു ആസനമാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പതുക്കെ വീണ്ടും തല താഴ്ത്തി കാൽമുട്ടുകളിലേക്ക് നോക്കുക. ഓക്കെ, ഒരു തവണ കൂടെ ചെയ്യാം. നടുവ് കുഴിച്ച് തല ഉയർത്തി മുകളിലേക്ക് നോക്കുക. പതുക്കെ തല താഴ്ത്തി കാൽമുട്ടുകളിലേക്ക് നോക്കുക. ഇനി നേരെ വന്നിട്ട് ന്യൂട്രലായിട്ട് നിൽക്കുക. സാധാരണ ദൂരേക്ക് നോക്കി നിൽക്കുക. കാൽപാദങ്ങൾ അടുത്തിരിക്കട്ടെ. കാൽപാദങ്ങൾ അടുപ്പിച്ച് വയ്ക്കുക. കാൽമുട്ടുകൾ അല്പം അകത്തി വയ്ക്കുക. അടുത്ത ആസനത്തിലേക്ക് പോവുകയാണ്. നമ്മുടെ PCODക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആസനങ്ങളിൽ ഒന്നാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ ആസനത്തിൻ്റെ പേരാണ് ശശാങ്കാസനം അഥവാ ബാലാസനം എന്നൊക്കെ പറയും. ഏറ്റവും ആ വയറിൻ്റെ ഭാഗത്തിന് നല്ലൊരു മസാജിങ് കിട്ടുന്നൊരു ആസനമാണത്. ഇപ്പോൾ നന്നായിട്ട് ചെയ്യുക. പാദങ്ങൾ അകത്തി വെച്ചിട്ട് കാൽമുട്ടുകൾ അകത്തി വെച്ചിരിക്കുന്നു. ബട്ടക്സ് ഉപ്പൂറ്റിലേക്ക് കൊണ്ടുപോവുക. ബട്ടക്സ് ഉപ്പൂറ്റിലേക്ക് കൊണ്ടുപോവുക. എന്നിട്ട് മുന്നോട്ട് കുനിഞ്ഞ് കൈകൾ മുന്നോട്ട് നീട്ടി ആകാവുന്നത്ര കുനിഞ്ഞിരിക്കുക. നമ്മൾ ക്യാറ്റ് ആൻഡ് ക്യാമൽ പോസ് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ശശാങ്കാസനമാണ്. ബട്ടക്സ് ഉപ്പൂറ്റിലേക്ക് അമർത്തിയിരിക്കുക. പുറകോട്ട് അമർന്നിരിക്കുക. ആദ്യം പുറകോട്ട് നന്നായിട്ട് അമർന്നിരുന്നിട്ട് കൈകൾ മുന്നോട്ട് നീട്ടി വെച്ചിട്ട് നെറ്റി തറയിൽ തൊടാവുന്ന രീതിയിൽ ഇരിക്കുക. ശശാങ്കാസനം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഗർഭപാത്രത്തിനും നമ്മുടെ ഓവറി അണ്ടാശയത്തിനൊക്കെ നല്ല മസാജിങ് കിട്ടുന്ന ഒന്നാണ്. നന്നായിട്ട് ചെയ്യുക. ഒരു 3 മിനിറ്റെങ്കിലുമൊക്കെ ഇരിക്കണം എന്നാണ്. പക്ഷേ ആകാവുന്നത്ര സമയം ഇരിക്കുക. ശ്വാസം എടുക്കുക, വിടുക. ശ്വാസം പിടിച്ചു വയ്ക്കരുത്. വളരെ കംഫർട്ടബിളായിട്ടിരിക്കുക. ഓക്കെ, ഈസി ആയിട്ടിരുന്നു. ഇപ്പം അതൊക്കെ കൈകൾ പുറകോട്ട് കൊണ്ടുവന്നിട്ട് ഉപ്പൂറ്റിയുടെ ഇരുവശത്തുമായിട്ട് ഇട്ടിട്ട് ഒന്നുകൂടെ അങ്ങനെ തന്നെ ഇരിക്കുക. കൈ തറയിലിടുക, അല്ലെങ്കിൽ കാലിൻ്റെ ഉപ്പൂറ്റി പിടിക്കുക. ഏതാണോ കംഫർട്ടബിൾ എന്ന് വെച്ചാൽ അങ്ങനെ ഇരിക്കുക. അങ്ങനെ ഇരുന്നിട്ട് ഇനി പതുക്കെ കൈകൾ മുന്നോട്ട് കൊണ്ടുവരിക. പതിയെ കൈകൾ തറയിൽ അമർത്തിക്കൊണ്ട് ഉടൽ ഉയർത്തി നിവർന്നു വന്നിട്ട് ഒന്ന് വജ്രാസനത്തിലേക്ക് വരിക. നേരെ ഇരുന്നൊന്ന് കാണിച്ചു കൊടുക്കുക. വജ്രാസനത്തിൽ കാലിൻ്റെ ഉപ്പൂറ്റിയിലേക്ക് അമർന്നിരിക്കുന്നു. ഇതാ ഏറ്റവും നല്ലൊരു ആസനമാണ്. നമ്മുടെ ആഹാരത്തിന് ശേഷം പെട്ടെന്ന് ചെയ്യാവുന്ന ഒരേ ഒരു ആസനമാണ് വജ്രാസനം. അത് ചെയ്ത് ശീലിക്കുക. കാലിന് വേദനയൊക്കെ ആദ്യം ഉണ്ടാകും. അത് പതുക്കെ പതുക്കെ നമുക്ക് മാറ്റിയെടുക്കുക. ശീലിക്കുക. അത് വജ്രാസനത്തിൽ ഇരുന്ന് ശീലിക്കുക. ഓക്കെ, ഇനി അവിടുന്ന് പതുക്കെ ഒന്ന് റിലീസ് ചെയ്ത് ഒരു സൈഡിലേക്ക് ഇരുന്നിട്ട് ചമ്രം പടിഞ്ഞിരിക്കുക. സുഖാസനത്തിലിരിക്കുക. ക്രോസ് ലെഗ്ഡ് ആയിട്ടിരുന്നിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇനി കാണിക്കുന്ന ആസനം എന്ന് പറയുന്നത് വളരെ വിശേഷപ്പെട്ട ഒന്നാണ്. പ്രത്യേകിച്ച് മെൻസസ് പീരിയോഡിക്കൽ ആ പ്രോബ്ലംസിന് പീരിയോഡിക്കൽ ഡിസോർഡറിന് മാറ്റാൻ പറ്റുന്ന ഏറ്റവും നല്ല ആസനമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഭദ്രകോണാസനം എന്ന് പറയും. കാലുകൾ രണ്ടും മുന്നോട്ട് കൊണ്ടുവരിക.
കാലുകൾ രണ്ടും മുന്നോട്ട് കൊണ്ടുവന്നു കൈവെള്ളകൾ തൊഴുതു പിടിക്കുന്ന പോലെ കാൽവെള്ളകൾ തൊഴുതു പിടിക്കുകയാണ്. ആ കാലിലേക്ക് നോക്കുക, കൈകൾ കൊണ്ട് കാലിൽ പിടിക്കുക. ഇതാദ്യം ബുദ്ധിമുട്ടാണെങ്കിൽ കൈകൾ രണ്ടും പിന്നിൽ കൊടുത്തിരിക്കുക. രണ്ട് കൈകളും പിന്നിൽ കൊടുത്തിട്ട് കാൽവെള്ളകൾ ചേർത്ത് വെച്ചിട്ട് ആ കാൽമുട്ടുകളെ ഒന്ന് പതുക്കെ പൊക്കുകയും താഴ്ത്തുകയും ചെയ്യുക. ഒന്ന് ചെയ്ത് നോക്കിയേ. യെസ്, അങ്ങനെ ചെയ്യുക. അതൊരു 1 മിനിറ്റൊക്കെ സമയം നോക്കിക്കൊണ്ട് തന്നെ ചെയ്യണം. സമയം നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ചെയ്യുമ്പോൾ ഒരുപാട് ചെയ്ത പോലെ തോന്നും. നന്നായിട്ട് ചെയ്യുക. അങ്ങനെ എടുത്ത് ചെയ്യുക. ഏകദേശം 1 മിനിറ്റോളം ചെയ്യുക. ഓക്കെ. ആ കാലിൻ്റെ നമ്മുടെ പെൽവിക് ഏരിയ എന്ന് പറയും, അതായത് ആ കാലിൻ്റെ 2 തുടകളും അയഞ്ഞ് കിട്ടാനായിട്ട് ഏറ്റവും നല്ല ആസനമാണ് ഇത്. ദിവസവും ചെയ്യണം. പീരിയോഡിക് പ്രോബ്ലം മാറാനായിട്ട് വളരെ വളരെ ഫലവത്താണ്. നന്നായിട്ട് ചെയ്യുക. ഓക്കെ. ഇനിയിപ്പോൾ അതൊക്കെ കൈകൾ മുന്നോട്ട് കൊണ്ടുവന്നിട്ട് ഒന്ന് നട്ടൽ നിവർന്നിരിക്കുക. മുതുക് നിവർത്തിരിക്കണം. മുതുക് വളഞ്ഞു പോകരുത്. കാലിൽ പിടിക്കുക. സെയിം തന്നെ ഒന്നുകൂടെ ചെയ്യുക. ആ കൈ മുട്ടുകൊണ്ട് കാലിലേക്കൊന്ന് പ്രസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. പറ്റുമെങ്കിൽ ക്രമേണ, ഇത് നമ്മൾ ഒരു ദിവസം കൊണ്ടോ 1 മാസം കൊണ്ടോ ഒന്നും ശരിയാക്കി എടുക്കാവുന്നതല്ല. ദിവസവും ചെയ്താൽ ഒരു 3 മാസം തുടർച്ചയായിട്ട് ചെയ്താൽ മാത്രമേ ഇതിനൊക്കെ ഫലം ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ നമുക്കിത് നുള്ളിയെടുക്കാവുന്നതല്ല. ഇഞ്ചക്ഷൻ എടുത്ത് വേദന മാറ്റുന്നത് പോലെ പെട്ടെന്നല്ല. തല നേരെ വയ്ക്കുക, തല ദൂരേക്ക് നോക്കിയിരിക്കുക, ചലിപ്പിച്ചുകൊണ്ടേയിരിക്കുക. ഓക്കെ. അവിടുന്ന് പതുക്കെ വീണ്ടും സുഖാസനത്തിലേക്ക്, സുഖകരമായ രീതിയിൽ ഏതാണോ അങ്ങനെ ഇരിക്കുക. സാധാരണ സ്ത്രീകൾക്ക് ഇരിക്കാൻ പറ്റുന്ന ആസനം ഏതാണോ അങ്ങനെ ഇരിക്കുക. ഇവിടെ കാണിക്കുന്ന പോലെയാണ് ഏറ്റവും കംഫർട്ടബിൾ, അങ്ങനെ ഇരിക്കുക. ഇനി അതല്ല ചമ്രം പഠിച്ചിരിക്കാൻ പറ്റില്ലെങ്കിൽ അങ്ങനെ ഇരിക്കുക. പത്മാസനത്തിൽ ഇരിക്കാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ ഇരിക്കാം. ഏതാണോ കംഫർട്ടബിൾ അങ്ങനെ ഇരിക്കുക. നമ്മൾ ഈ PCOD ആ പരിഹാരത്തിലുള്ള ആസനങ്ങളുടെ പൂർണ്ണതയിലേക്ക് വന്നിരിക്കുകയാണ്. ഇനിയും ഒരുപാട് ആസനങ്ങളുണ്ട്. പക്ഷെ നമുക്ക് തൽക്കാലം ഇത്രയും ചെയ്തിട്ടെങ്കിലും നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുക, ആ ഒരു കംപ്ലൈൻറ്റിൻ്റെ പരിഹാരത്തിനായിട്ട് നോക്കുക. ഓക്കെ. എല്ലാവരും ചെയ്യണം, നിരന്തരമായിട്ട് ചെയ്യണം. നമ്മൾ ഇതിങ്ങനെ മാറി മാറി ചെയ്തുകൊണ്ട് കാര്യമില്ല. ഇതേ വ്യായാമങ്ങൾ തന്നെ സ്ഥിരമായിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 3 മാസങ്ങളിൽ തുടർച്ചയായിട്ട് ചെയ്യുക. നന്നായിട്ട് പ്രാർത്ഥിക്കുക, മനസ്സിന് ശാന്തത കൊടുക്കുക, സന്തോഷമായിട്ടിരിക്കുക. അങ്ങനെ ഇരുന്നാൽ മാത്രമേ നമുക്ക് ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവുള്ളൂ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യുക, തുടരുക, നന്നായിട്ട് ചെയ്യുക. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ആരോഗ്യത്തോടെ ഇരിക്കാൻ വേണ്ടി നമുക്ക് ഒന്നുകൂടെ ഒന്ന് പ്രാർത്ഥിക്കാം. കൈകൾ നെഞ്ചിന് മുന്നിൽ തൊഴുതു പിടിക്കാം. ആ ഫൈനൽ പ്രയറോടുകൂടി മാത്രമേ പതുക്കെ നിർത്താവുള്ളൂ. അങ്ങനെ തൊഴുതിരുന്നിട്ട് പുരികങ്ങളുടെ മധ്യത്തിലേക്ക് ശ്രദ്ധിക്കുക. അത് നമ്മുടെ ശരീരത്തിലൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്, ഒരു എനർജി പോയിൻ്റാണ്. ആ പുരികങ്ങളുടെ മധ്യത്തിൽ നിങ്ങൾ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ രൂപം ഒന്ന് കാണുക. ആ ദൈവത്തിലേക്ക് അങ്ങനെ ലയിച്ചു ചേരുക. സർവം ജഗത്മയം, അല്ലെങ്കിൽ ഈശ്വരനല്ലാതെ മറ്റൊന്നുമില്ല ഈ പ്രപഞ്ചത്തിൽ എന്നുള്ളതെങ്കിൽ, അല്ലെങ്കിൽ ആ പ്രപഞ്ച ശക്തിയെ, നമ്മളതിനെ പല പേരിൽ വിളിക്കുന്നു മാത്രമേ ഉള്ളൂ. പ്രപഞ്ചശക്തിയാണ് നമ്മളെയൊക്കെ നയിക്കുന്നത് മുന്നോട്ട്. ആ ശക്തി നമുക്കുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ സഹായകരമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുക. ആത്മാർത്ഥമായ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തും സാധിക്കുമെന്നാണ് പറയുന്നത്. അതിനാണ് ഞാൻ പറഞ്ഞത് 3 മാസം 90 ദിവസമൊക്കെ സ്ഥിരമായിട്ട് നമ്മളിതിനെക്കുറിച്ച് മാത്രം ആഗ്രഹിച്ചാൽ, അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക, അതിനെക്കുറിച്ച് ആഗ്രഹിക്കുക, നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് ചെയ്യുക, തീർച്ചയായിട്ടും ഫലമുണ്ടാകും. അതാണ് പ്രകൃതിയുടെ നിയമം, ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയും. നമ്മൾ സ്ഥിരമായി എന്തിനെക്കുറിച്ച് ചിന്തിക്കുന്നുവോ അത് നമ്മളിലേക്ക് വരും എന്നാണ്. അപ്പോൾ എല്ലാവർക്കും ഇത്തരം പ്രശ്നങ്ങളുള്ളവർക്ക് ഒരു പരിഹാരം ഉണ്ടാവട്ടെമെന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ആദ്യം ചൊല്ലിയ പ്രാർത്ഥന ഒന്നുകൂടെ ചൊല്ലാം. അസതോമ സദ്ഗമയ. ഒരുമിച്ച്. ഓം അസതോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. കൈകളൊന്ന് കൂട്ടിത്തിരുമ്മി ഒന്ന് കണ്ണിലേക്ക് വെച്ച് ഒന്നുകൂടി ചൂടാക്കി മുഖമൊന്ന് ഒഴിഞ്ഞെടുത്ത് വീണ്ടും ചൂടാക്കി കഴുത്തിന് പിന്നിൽ വെച്ച് ഒന്നുകൂടെ ചൂടാക്കി തോളുകളിലേക്ക് പോയി കൈ ക്രോസ് ചെയ്ത് കൈകളിലൂടെ താഴ്ത്തി വീണ്ടും ഒന്നുകൂടെ ചൂടാക്കി ശരീരത്തിൻ്റെ മുൻഭാഗം ഒന്ന് പതുക്കെ ഒഴിഞ്ഞെടുത്ത് വീണ്ടും ഒന്നുകൂടെ ചൂടാക്കി മുതുകൊന്ന് ഒഴിഞ്ഞെടുക്കുക. ഓക്കെ. വീണ്ടും ചൂടാക്കിയിട്ട് കാൽമുട്ടുകളെ ഒന്ന് സ്പർശിച്ചിട്ട് പതുക്കെ
കൈകൾ പിന്നിൽ കുത്തി ഒന്ന് കാലുകൾ മുന്നോട്ട് നീട്ടി റിലാക്സ് ചെയ്തിരിക്കുക. സുഖകരമായ രീതിയിൽ ഇരുന്നിട്ട് പതിയെ നമ്മുടെ മറ്റു ജോലികളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് സാവധാനം ഒന്ന് കണ്ണുകൾ പതുക്കെ തുറക്കാം. പതിയെ തുറന്നിട്ട് നല്ലൊരു ചിരിയോടുകൂടി ഈ ദിവസത്തെ നമുക്ക് വരവേൽക്കാം. നല്ല മനോഹരമായ ചിരിയോടുകൂടി ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ വീണ്ടും പറയുന്നു, ലോകാ സമസ്ത സുഖിനോ ഭവന്തു.